ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സിൽക്കി കോട്ട സാരിയാണ്. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് ഒരു പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഈ ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്കാണ് വരിക. അതുപോലെ ലോവർ പാർട്ടിൽ ഫ്ലീറ്റ്സിൻ്റെ ഭാഗത്തും ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ പല്ലുവാണ് ഇതിനെ ഏറെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഉണ്ട്, നല്ല ഭംഗിയായിട്ടുള്ള പല്ലു. അതുപോലെ സൈഡിൽ നല്ല ലേസ്, ക്രോഷ്യോ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. വിത്ത് ബ്ലൗസാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ 6 കളേഴ്സ് ഉണ്ട്. പിന്നെ നെറ്റ് കോട്ടയുടെ സാരി, 2 ടൈപ്പ് സാരികളാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്നത്, 2 റേറ്റിൻ്റെയും. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് കാണാം. നല്ലൊരു ലാവണ്ടർ കളറിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് ഇത് കണ്ടോ, സെൽഫായിട്ട് ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടും വരുന്നുണ്ട്. ഫ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പം ഹാഫായിട്ടും ഇത് വരുന്നു. താഴെ ലോവർ പാർട്ടിൽ ആ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവിടം വരെ ഈ എംബ്രോയ്ഡറി വർക്കുള്ള കാരണം നമുക്കിത് 1 ലെയർ ആയിട്ട് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഒത്തിരി ട്രാൻസ്പെറൻ്റ് ആയിട്ട് തോന്നില്ല, കാരണം ഇതിൽ തിക്കായിട്ട് തന്നെയാണ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇത് പല്ലുവിൻ്റെ ഈ ഭാഗമാണ് ഇതിനേറെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്നു. സൈഡിൽ കൂടെ ഈ ലേസും വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. നല്ല തിക്കായിട്ട് തന്നെ വന്നിരിക്കുന്നു. അതുപോലെ ഇതിൻ്റെ ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. സ്ലീവിൻ്റെ എൻഡിൽ ആ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1179 ആണ്. നല്ലൊരു ക്യാരറ്റ് ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൽ ഡിസൈൻ വരിക. ഈ ഭാഗത്ത് ഫുള്ളായിട്ടും സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് വരുന്നു. അതുപോലെ ഈ ഭാഗത്തേക്ക് ഹാഫായിട്ടും ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. ഈ ലേസ് ഫുള്ളായിട്ടും ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇതാണ് ഇതിൻ്റെ പല്ലുവിലെ ഡിസൈൻ വന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. സൈഡിൽ ഈ ലേസും അറ്റാച്ച് ചെയ്തിരിക്കുന്നു വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഈ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന ഒരു സാരിയാണ്. സ്റ്റാർച്ച് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ ഇത് അയൺ ചെയ്യേണ്ട കാര്യങ്ങളും ഇല്ല. നല്ലൊരു സോഫ്റ്റായിട്ട് കിടക്കുന്ന നല്ലൊരു സാരിയാണ്. നല്ലൊരു കളർ ഷെയ്ഡിലുമാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. പീച്ച് ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് ഓൾ ഓവർ വരിക. ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടുണ്ട്. സെൽഫായിട്ട് തന്നെ, കാരണം ഒത്തിരി അങ്ങ് പ്രൊജക്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇതിലിത് വന്നിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ എല്ലാ സാരിയുടെയും പോലെ ഹാഫായിട്ട് തന്നെ ഈ ഡിസൈനും വരുന്ന എംബ്രോയ്ഡറി വർക്കും വരുന്നു. പല്ലു ഇങ്ങനെയാണ് വരിക. ഇങ്ങനെയാണ് പല്ലുവിലെ ഡിസൈൻ വരുന്നത്. സൈഡിൽ ആ ലേസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനായിട്ട് വന്നിരിക്കുന്നു. സൈഡിൽ ആ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നല്ല ആർക്കും ചേരുന്ന കളർ, ഏത് കളർ ടോണുകാർക്കും ഇണങ്ങുന്ന കളറിൽ തന്നെയാണ് ഈ സാരികളെല്ലാം വന്നിരിക്കുന്നത്. പേസ്റ്റൽ കളേഴ്സാണ്, പക്ഷേ ലൈറ്റല്ല, ഡാർക്കായിട്ടാണ് ഈ കളറുകളെല്ലാം വന്നിരിക്കുന്നത്. നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിലുള്ള എംബ്രോയ്ഡറി വർക്ക് ബോഡി പാർട്ട് ഫുള്ളായിട്ടും വരുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടും വരുന്നു. അതുപോലെ ആ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ നമ്മുടെ ഫ്ലീറ്റ്സിൻ്റെ ഭാഗം വരെ ഈ ലേസ് വരുന്നുള്ളൂ. ഈ സൈഡിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. വളരെ സോഫ്റ്റായിട്ട് കിടക്കുന്ന ഒരു സാരിയാണ്. നമുക്ക് പെട്ടെന്ന് വെയർ ചെയ്യാനൊക്കെ സുഖമുള്ള ഒരു സാരിയാണ്, എളുപ്പമാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ പല്ലുവാണ് ഇതിനെ ഏറെ ഹൈലൈറ്റ് ചെയ്യുന്നത്. നല്ല രസമായിട്ടാണ് ഇതിൻ്റെ പല്ലുവിലെ ഡിസൈൻ വന്നിരിക്കുക. നല്ല തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കായിട്ട് വന്നിരിക്കുന്നു. ഇതാണ് സൈഡിലുള്ള ലേസ്. നല്ലൊരു ടൈപ്പാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനായിട്ടാണ് വരുന്നത്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ആ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റേറ്റ് വരുന്നത് 1179. ഇതാണ് ഇതിൻ്റെ വേറൊരു ഷെയ്ഡാണ് ഈ സാരിയുടെ വന്നിരിക്കുന്നത്. ഇത് ഞാൻ 1 ലെയർ ആയിട്ടാണ് ഇതിനെ കാണിക്കുന്നത്, കാരണം ഇതിന് എന്തുമാത്രം ട്രാൻസ്പെറൻ്റ് ആണെന്ന് ഇതേക്കടെ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഫുള്ളായിട്ടും ഈ ഭാഗത്ത് ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇങ്ങനെ ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടും ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. സൈഡിൽ ഈ ലേസും
അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പല്ല് വരുന്നത്. പിന്നെ ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെ തന്നെ ഈ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത് ഹാഫായിട്ട് തന്നെ ഫ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയാണ് ഇത് ഫുള്ളായിട്ടും വരിക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1179. ഇതൊരു നെറ്റ് കോട്ട സാരിയാണ്. ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൽ പിസ്ത ഗ്രീൻ ഡിസൈനാണ് ഇതിൽ ഫുള്ളായിട്ടും വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനായിട്ട് തന്നെയാണ് വരുന്നത്. ഇത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാവുന്നൊരു സാരിയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഹാഫായിട്ട് ഈ ഡിസൈൻ വരുന്നുണ്ട്. അതുപോലെ ഈ സ്കാറ്റേർഡായിട്ട് എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. വിത്ത് ബ്ലൗസാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 785 ആണ്. ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൽ വരുന്ന ഡിസൈൻ ഈ ഓണിയൻ പിങ്കിൻ്റെ തന്നെ ഒരു ഇച്ചിരി ലൈറ്റായിട്ട് വരുന്ന ഡിസൈനാണ് വരിക. സ്കാറ്റേർഡായിട്ട് ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടും ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ലോവർ പാർട്ടിൽ തിക്കായിട്ടും ബാക്കിയുള്ള ഭാഗത്ത് സ്കാറ്റേർഡായിട്ടാണ് ഈ ഡിസൈൻ വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനായിട്ട് വരുന്നു. റേറ്റ് വരുന്നത് 785 ആണ്. നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിൽ എംബ്രോയ്ഡറി വർക്ക് ഇത് കണ്ട ബോഡി പാർട്ട് ഫുള്ളായിട്ടും വരുന്നുണ്ട്. അതുപോലെ ഈ ബോർഡർ ഇങ്ങനെയും വരുന്നു. ബോർഡറിൽ ഈ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലുള്ള എംബ്രോയ്ഡറി വർക്കാണ് വരിക. പല്ലു ഇങ്ങനെയാണ് വരുന്നത്. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനുമായിട്ട് വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് ഫുള്ളായിട്ടും വരിക. ഫ്ലീറ്റിൻ്റെ ഭാഗമാകുമ്പോഴും ഇങ്ങനെ തന്നെ വരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 785 ആണ്. നല്ലൊരു വൈൻ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെയാണ് ഫുള്ളായിട്ടും വരിക. ഈ വൈനിന് എല്ലാം കോൺട്രാസ്റ്റായിട്ട് നല്ലൊരു ഷെയ്ഡിൽ തന്നെയാണ് ഈ എംബ്രോയ്ഡറി വർക്കുകളും വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. ഡാസിൽസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനായിട്ട് വരുന്നു. നമുക്ക് ഡെയിലി വെയർ ആയിട്ടെല്ലാം യൂസ് ചെയ്യാവുന്ന ഒരു സാരിയാണ്. ഡെയിലി ഇത് വാഷ് ചെയ്യാവുന്ന സാരിയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലീറ്റ്സിൻ്റെ ഭാഗം വരുന്നത്. റേറ്റ് വരുന്നത് 785 ആണ്. നല്ലൊരു പീച്ച് ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. പല്ലുവിൽ ഈ പീച്ചിൻ്റെ തന്നെ ഡാർക്ക് പീച്ചിലുള്ള എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ സാരി വരിക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 785 ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. ഇത് വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനായിട്ടും വരുന്നു. ഇങ്ങനെയാണ് ബോഡി പാർട്ട് ഓൾ ഓവർ വരിക. ഫ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പം ഇങ്ങനെയാണ് ഈ ഡിസൈനുകൾ വരുന്നത്. നല്ലൊരു ലാവൻഡർ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇത് കണ്ട നല്ലൊരു ലാവൻഡർ ഷെയ്ഡ്. പക്ഷേ അതിന് കോൺട്രാസ്റ്റായിട്ട് വന്നിരിക്കുന്നത് നല്ല അതിനും ചേരുന്ന കളർ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വരിക. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു സാരിയാണ്. എത്ര റഫ് യൂസ് ചെയ്യണതിനും പ്രോബ്ലം ഇല്ലാത്ത ഒരു സാരിയാണിത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്ലീറ്റ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇങ്ങനെയാണ് അതിൽ വരുന്ന എംബ്രോയ്ഡറി വർക്ക് ഫുള്ളായിട്ടും തന്നെ വരുന്നുണ്ട്. അതുപോലെ ലോവർ പാർട്ടിൽ തിക്കായിട്ടും വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 785 ആണ്. ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. മെറൂൺ അല്ല, പക്ഷെ നല്ലൊരു കളർ ഷെയ്ഡിലാണ് ഇത് വരുന്നത്. ഇതിൽ വരുന്ന ഡിസൈൻ ഈ എംബ്രോയ്ഡറി വർക്ക് അതിനോട് തന്നെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിലുമാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്കിൽ ഡിഫറൻസ് ഉണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനായിട്ടും വരുന്നു. നമുക്കിത് സ്റ്റാർച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഇതിനെ നമുക്ക് വാഷ് ചെയ്യുന്നതിന് യാതൊരു പ്രോബ്ലം ഇല്ല. വെയർ ചെയ്യാനും സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് 785 ആണ്. ഇത് നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിന് കോൺട്രാസ്റ്റായിട്ട് വന്നിരിക്കുന്നത് നല്ല ബോട്ടിൽ ഗ്രീനും. ഇങ്ങനെയാണ് ഈ സാരിയുടെ ഓൾ ഓവർ ഡിസൈൻ വരിക. പല്ലു ഇങ്ങനെയാണ് വരുന്നത്. പല്ലുവിൽ ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനുമായിട്ട് വരുന്നു. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാവുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാരിയാണിത്. ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ പ്ലീറ്റ്സിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ വരുന്നു. ലോവർ പാർട്ടിൽ തിക്കായിട്ടും ബാക്കി ബോഡിയിൽ സ്കാറ്റേർഡായിട്ടും ബോട്ടിൽ ഗ്രീൻ എംബ്രോയ്ഡറി വർക്കാണ് വരിക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 785 ആണ്. അപ്പോൾ ഞാൻ ഈ കാണിച്ചതിൽ ഏതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ 2 ടൈപ്പ് സാരികളാണ് ഞാനിത് കാണിച്ചത്. രണ്ടും സിൽക്കി കോട്ടായും നെറ്റ് കോട്ടായും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക.